കോഴിക്കോട് വ്യാജരേഖ ചമച്ച് ആൾമാറാട്ടം നടത്തി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചാലിയം ബ്രാഞ്ചിൽ നിന്ന് മുദ്രാ ലോൺ വഴി പണം തട്ടിയെടുത്തുവെന്ന് പരാതി. മലപ്പുറം അരിക്കോട് സ്വദേശി റാഷിൻ യാസ്ലിൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് സഹോദരന്റെ പരാതി. തട്ടിപ്പിന് ബാങ്ക് കൂട്ടുനിന്നു എന്ന ആരോപണം ഉയരുമ്പോഴും യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് പരാതിക്കാരൻ പറയുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ചാലിയം ബ്രാഞ്ചിൽ നിന്നാണ് മുദ്രാ ലോൺ വഴി 10 ലക്ഷം രൂപ മലപ്പുറം സ്വദേശി റാഷ്ലിൻ യാസിൻ തട്ടിയെടുത്തുവെന്ന പരാതിയുമായി സഹോദരൻ നസ്ലിം യാസിൻ രംഗത്ത് വന്നിരിക്കുന്നത്. വ്യാജരേഖ ചമച്ചും ആൾമാറാട്ടം നടത്തിയും റാഷ്ലിൻ യാസിൻ തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. സംഭവത്തിൽ ബേപ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതിക്ക് ജാമ്യം കിട്ടാവുന്ന നിസാര വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. സോഷ്യോ എക്കണോമിക് ക്രൈമാണ്. പ്രതി വിദേശത്തുള്ള മറ്റൊരാളുടെ പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി വ്യാജരേഖ ഉണ്ടാക്കി, അതേപോലെ ആൾമാറാട്ടം നടത്തി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടാക്കുകയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ചാലിയം ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ദിവസം തന്നെ ഈ പ്രതി 10 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയും ചെയ്തു. ഈ വിദേശത്തുള്ള ആൾ നാട്ടിൽ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു സത്യാവസ്ഥ മനസ്സിലാക്കുകയും ബേപ്പൂർ പോലീസിനെ ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്തപ്പോൾ വളരെ വെയിലബിൾ ആയുള്ള ഒഫൻസസ് ലൈക്ക് സെക്ഷൻ 419, 465, 473 ആയതെല്ലാതും വെയിലബിൾ ഒഫൻസസ് ആണ്, കോമ്പൗണ്ടബിളാണ്. വെറും 2-3 കൊല്ലത്തോളം ശിക്ഷ വരുന്ന ഒഫൻസസ് മനഃപൂർവ്വം കെട്ടി FIR ഫ്രെയിം ചെയ്തിട്ട് ഇതൊരു നിസാരവൽക്കരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് പരാതി ഉയരുമ്പോഴും പോലീസ് അന്വേഷണം ബാങ്കിലെ ജീവനക്കാരിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. മാത്രമല്ല, റാഷ്ലിൻ യാസിൻ മറ്റു പലരുടെയും പേരിലും മുദ്രാ ലോൺ വഴി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ജനം, കോഴിക്കോട്.